ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ പാർട്ട് 2ൻ്റെ ബാക്കിയായിട്ട് പാർട്ട് 3 ആണ്. അതായത് നമ്മൾ ടെറാക്കോട്ട ലോക്കറ്റും ബീഡ്സും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ പെയിൻറ്റ് ചെയ്യാം, എങ്ങനെ അതൊരു നെക്ലേസ് ആക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് നമുക്ക് ഈ ലോക്കറ്റും ബീഡ്സും ഒന്ന് ഒരു ബ്ലാക്ക് കോട്ടിങ് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് കോട്ടിങ് നമുക്ക് 2-3 പ്രാവശ്യം വരെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഷൈനിങ് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് 2-3 കോട്ടിങ് വരെ കൊടുക്കാം. അപ്പോൾ ഒരു കോട്ടിങ് കൊടുത്ത് തുടങ്ങിയതിന് ശേഷം അടുത്ത കോട്ടിങ് കൊടുക്കുക, ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം, നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം തന്നെ നമുക്ക് ഇതിന് മുകളിൽ നമ്മൾ ഏത് പെയിൻറ്റാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കളറാണോ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കളറ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കറുപ്പ് കൊടിന് മുകളിലായിട്ട് ഗോൾഡൻ പേൾ പെയിൻറ്റ് കൊടുക്കുമ്പോൾ നല്ലൊരു ആൻറ്റിക് ലുക്കായിരിക്കും നമ്മുടെ ഈ ജ്വല്ലറിക്ക്. അപ്പോൾ നല്ലൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ നല്ലൊരു ജ്വല്ലറിയാണിത്. അപ്പോൾ ഞാൻ ലോക്കറ്റ് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് കൂടി പെയിൻറ്റ് എടുക്കാം. അപ്പോൾ ഞാൻ 3 ബീഡ്സിന് മാത്രമേ ഈ ഗോൾഡൻ കളർ കൊടുക്കുന്നുള്ളൂ. 3 പ്ലെയിൻ ആയിട്ട് തന്നെ ചെയ്യാണ്. അപ്പോൾ ഇത് ലോക്കറ്റും നമ്മുടെ ബീഡ്സും കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് ത്രെഡിൽ കോർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡിയായി. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ ഇഷ്ടാനുസരണം ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ഞാൻ ഈ ലോക്കറ്റും ബീഡ്സൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്